ദാനിയേൽ അധ്യായം 8. ബെൽഷാസർ രാജാവിൻ്റെ 3-ാം ഭരണവർഷം ദാനിയേലായി എനിക്ക് വീണ്ടും ഒരു ദർശനമുണ്ടായി. ദർശനത്തിൽ ഞാൻ കണ്ടു, ഞാൻ ഏലാം ദേശത്ത് തലസ്ഥാനമായ സൂസായിലായിരുന്നു. ഞാൻ ഉലായി നദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ണുകൾ ഉയർത്തി, ഇതാ ഒരു മുട്ടാട് നദീതീരത്ത് നിൽക്കുന്നു. അതിന് 2 വലിയ കൊമ്പുകളുണ്ടായിരുന്നു. ഒന്ന് മറ്റേതിനേക്കാൾ നീളമുള്ളതായിരുന്നു. നീളം കൂടുതലുള്ളത് അവസാനം മുളച്ചതാണ്. ആ മുട്ടാട് പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിച്ച് മുന്നേറുന്നത് ഞാൻ കണ്ടു. ഒരു മൃഗത്തിനും അവനോട് എതിർത്ത് നിൽക്കാനോ അവൻ്റെ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടാനോ കഴിഞ്ഞില്ല. തന്നിഷ്ടം പോലെ അവൻ പ്രവർത്തിക്കുകയും ഗർവ് കാണിക്കുകയും ചെയ്തു. ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കെ, ഇതാ ഒരു കോലാട്ടുകൊറ്റൻ ഭൂതലത്തിന് കുറുകെ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ പാഞ്ഞു വരുന്നു. ആ കോലാടിന് കണ്ണുകൾക്കിടയിൽ തങ്ങി നിൽക്കുന്ന ഒരു കൊമ്പുണ്ടായിരുന്നു. നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട 2 കൊമ്പുകളുള്ള മുട്ടാടിന് നേരെ ഉഗ്രമായ കോപത്തോടെ അത് പാഞ്ഞു വന്നു. അവൻ മുട്ടാടിനടുത്തെത്തുന്നതും ഉഗ്രകോപം കൊണ്ട് ഇടിച്ച് മുട്ടാടിൻ്റെ കൊമ്പ് 2 തകർക്കുന്നതും ഞാൻ കണ്ടു. അവനെ നേരിടാൻ മുട്ടാടിന് ശക്തിയില്ലായിരുന്നു. അവൻ അതിനെ നിലത്ത് വീഴ്ത്തി ചവിട്ടി മെതിച്ചു. അതിനെ അവനിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പിന്നീട് കോലാട്ടുകൊറ്റൻ അതീവ ശക്തനായി. പക്ഷേ ശക്തിയുടെ പാരമ്യത്തിലെത്തിയപ്പോൾ അവൻ്റെ വലിയ കൊമ്പ് തകർന്നുപോയി. അതിനു പകരം ആകാശത്തിൻ്റെ 4 കാറ്റുകളുടെയും നേരെ ശക്തമായ 4 കൊമ്പുകൾ മുളച്ചു വന്നു. അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ച് തെക്കോട്ടും കിഴക്കോട്ടും മഹത്വത്തിൻ്റെ ദേശത്തിന് നേരെയും വളർന്നു വലുതായി. അത് ആകാശ സൈന്യത്തോളം വളർന്നു വലുതായി. നക്ഷത്രവ്യൂഹങ്ങളിൽ ചിലതിനെ കുത്തി വീഴ്ത്തി ചവിട്ടിമെതിച്ചു. അത് ആകാശ സൈന്യത്തിൻ്റെ അധിപനെ വെല്ലുവിളിക്കുക പോലും ചെയ്തു. അവിടുത്തെ നിരന്തര ദഹനബലികൾ മുടക്കുകയും വിശുദ്ധ മന്ദിരത്തെ കീഴ്മേൽ മറിക്കുകയും ചെയ്തു. ജനം തങ്ങളുടെ പാപം നിമിത്തം അവൻ്റെ പിടിയിലമർന്നു. നിരന്തര ദഹനബലി മുടങ്ങി. സത്യം നിലത്ത് വലിച്ചെറിയപ്പെട്ടു. കൊമ്പാകട്ടെ അടിക്കടി വിജയം നേടി. അപ്പോൾ ഒരു പരിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. വേറൊരു പരിശുദ്ധൻ ആദ്യം സംസാരിച്ചവനോട് പറഞ്ഞു, നിരന്തര ദഹനബലിയെയും നാശം വിധിക്കുന്ന പാപത്തെയും വിശുദ്ധ മന്ദിരവും സൈന്യവും കാൽക്കീഴിൽ ചവിട്ടി മെതിക്കപ്പെടുന്നതിനെയും കുറിച്ച് ദർശനത്തിൽ ഞാൻ കണ്ടത് എത്രത്തോളം നീണ്ടു നിൽക്കും? അവനോട് പറഞ്ഞു, 2300 സന്ധ്യകളും പ്രഭാതങ്ങളും വരെ. അപ്പോൾ വിശുദ്ധ മന്ദിരം പുനരുദ്ധരിക്കപ്പെടും. ദാനിയേലായി ഞാൻ ഈ ദർശനം ഗ്രഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ, ഇതാ എൻ്റെ മുമ്പിൽ മനുഷ്യരൂപമുള്ള ഒരുവൻ നിൽക്കുന്നു. ഉലായി തീരങ്ങളിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഗബ്രിയേൽ, ദർശനം ഇവനെ ഗ്രഹിപ്പിക്കുക. ഞാൻ നിന്നിടത്തേക്ക് അവൻ വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയവിഹ്വലനായി സാഷ്ടാംഗം വീണു. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, ഗ്രഹിച്ചുകൊള്ളുക, ഈ ദർശനം അവസാന കാലത്തേക്കുള്ളതാണ്. അവൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മൂർച്ഛിച്ചു വീണു. എന്നാൽ അവൻ എന്നെ തൊട്ടെഴുന്നേൽപ്പിച്ചു നിർത്തി. അവൻ പറഞ്ഞു, കാലത്തിൻ്റെ അവസാനത്തിൽ, ക്രോധത്തിൻ്റെ നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. യുഗാന്തത്തെ സംബന്ധിക്കുന്നതാണിത്. 2 കൊമ്പുള്ളതായ നീ കണ്ട മുട്ടാട് മീദിയായിലെയും പെർഷ്യയിലെയും രാജാക്കന്മാരാണ്. കോലാട്ടുകൊറ്റൻ യവന രാജാവാണ്. അവൻ്റെ കണ്ണുകൾക്കിടയിലുള്ള വലിയ കൊമ്പ് ആദ്യത്തെ രാജാവാണ്. തകർക്കപ്പെട്ട കൊമ്പിൻ്റെ സ്ഥാനത്ത് മറ്റ് 4 മുളച്ചതുപോലെ അവൻ്റെ രാജ്യത്ത് നിന്ന് 4 രാജ്യങ്ങൾ ഉദയം ചെയ്യും. പക്ഷേ അവൻ്റെ ശക്തി അവർക്കുണ്ടായിരിക്കുകയില്ല. അവരുടെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പാപികളുടെ അതിക്രമം പൂർണ്ണരൂപം പ്രാപിക്കുമ്പോൾ ഉഗ്രഭാവമുള്ളവനും
തന്ത്രശാലിയുമായ ഒരു രാജാവ് ഉയർന്നു വരും. അവൻ്റെ ശക്തി വലുതായിരിക്കും. അവൻ ഭീകരനാശങ്ങൾക്ക് കാരണമാകും. തൻ്റെ പ്രവൃത്തികളിലെല്ലാം അവൻ വിജയിക്കും. ശക്തരെയും പരിശുദ്ധരെയും അവൻ നശിപ്പിക്കും. കൗശലം കൊണ്ട് അവൻ വഞ്ചന നിറഞ്ഞ മാർഗങ്ങളിൽ വിജയിക്കും. അവൻ അതിരറ്റ് അഹങ്കരിക്കും. മുന്നറിയിപ്പ് കൂടാതെ അവൻ അനേകരെ നശിപ്പിക്കും. രാജാധിരാജനെതിരെ പോലും അവൻ പൊരുതും. എന്നാൽ അവൻ തകർക്കപ്പെടും. മനുഷ്യകരം കൊണ്ടായിരിക്കുകയില്ല. സന്ധ്യകളെയും പ്രഭാതങ്ങളെയും കുറിച്ച് അറിയിച്ച ദർശനം സത്യമാണ്. എന്നാൽ അനേക നാളുകൾക്ക് ശേഷം സംഭവിക്കേണ്ടതാകയാൽ അത് മൂടി മുദ്രവയ്ക്കുക. ദാനിയേലായ ഞാൻ തളർന്ന ഏതാനും ദിവസം രോഗിയായി കിടന്നു. പിന്നെ ഞാൻ എഴുന്നേറ്റ് രാജാവിൻ്റെ കാര്യങ്ങളിൽ മുഴുകി. ദർശന നിമിത്തം ഞാൻ അസ്വസ്ഥനായിരുന്നു. അത് ഗ്രഹിക്കാൻ എനിക്ക് സാധിച്ചതുമില്ല. Chapter 8. After this first vision, I, Daniel, had another in the 3rd year of the reign of King Belshazzar. In my vision I saw myself in the fortress of Susa in the province of Elam. I was beside the river Ulai. I looked up and saw standing by the river a ram with 2 great horns, the one larger and newer than the other. I saw the ram butting toward the west, north, and south. No beast could withstand it or be rescued from its power. It did what it pleased and became very powerful. As I was reflecting, a he-goat with a prominent horn on its forehead suddenly came from the west across the whole earth without touching the ground. It approached the 2-horned ram I had seen standing by the river and rushed toward it with savage force. I saw it attack the ram with furious blows when they met and break both its horns. It threw the ram, which had not the force to withstand it, to the ground and trampled upon it, and no one could rescue it from its power. The he-goat became very powerful, but at the height of its power the great horn was shattered, and in its place came up 4 others, facing the 4 winds of heaven. Out of one of them came a little horn which kept growing toward the south, the east, and the glorious country. Its power extended to the host of heaven, so that it cast down to earth some of the host and some of the stars, and trampled on them. It boasted even against the prince of the host, from whom it removed the daily sacrifice, and whose sanctuary it cast down, as well as the host, while sin replaced the daily sacrifice. It cast truth to the ground, and was succeeding in its undertaking. I heard a holy one speaking, and another said to whichever one it was that spoke, "How long shall the events of this vision last concerning the daily sacrifice, the desolating sin which is placed there, the sanctuary, and the trampled host?" He answered him, "For 2,300 evenings and mornings, then the sanctuary shall be purified." While I, Daniel, sought the meaning of the vision I had seen, a man-like figure stood before me, and on the Ulai I heard a human voice that cried out, "Gabriel, explain the vision to this man." When he came near where I was standing, I fell prostrate in terror, but he said to me, "Understand, son of man, that the vision refers to the end time." As he spoke to me, I fell forward in a faint. He touched me and made me stand up. "I will show you," he said, "what is to happen later in the period of wrath, for at the appointed time there will be an end. The 2-horned ram you saw represents the kings of the Medes and Persians. The he-goat is the king of the Greeks, and the great horn on its forehead is the first king. The 4 that rose in its place when it was broken are 4 kingdoms that will issue from his nation, but without his strength. After their reign, when sinners have reached their measure, there shall arise a king impudent and skilled in intrigue. He shall be strong and powerful, bring about fearful ruin, and succeed in his undertaking. He shall destroy powerful peoples. His cunning shall be against the holy ones. His treacherous conduct shall succeed. He shall be proud of heart and destroy many by stealth. But when he rises against the prince of princes, he shall be broken without a hand being raised. The vision of the evenings and the mornings is true as spoken. Do you, however, keep this vision undisclosed, because the days are to be many.
I, Daniel, was weak and ill for some days. Then I arose and took care of the king's affairs, but I was appalled at the vision which I could not understand.